എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിരുന്ന ഒരു കീബോർഡിസ്റ്റിൻ്റെ തിരോധാനം വളരെ ഞെട്ടലോടെയാണ് നാം കേട്ടത്. കഴിഞ്ഞ ചില ദിവസങ്ങളായി അദ്ദേഹത്തെ കാണുവാനില്ല. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, അദ്ദേഹം എവിടെയാണ് എന്നുള്ള ആകാംക്ഷയിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതരും അറിയാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹത്തോടെയും കാത്തിരിക്കുന്നു. കർത്താവ് എത്രയും വേഗത്തിൽ ആ പ്രിയപ്പെട്ടവനെ തിരികെ ഭവനത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ചില മണിക്കൂറുകളിൽ പുറത്തു വരുന്ന വാർത്തകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങളെ സംബന്ധിക്കുന്നതാണ്. പല ആളുകളും അത് കേട്ട് ഞെട്ടലോടെയാണ് മറുപടികൾ പറയുന്നത്. അവിശ്വസനീയമാണ്, ചിന്തിക്കാൻ കഴിയുന്നില്ല, ഓർക്കാൻ കഴിയുന്നില്ല. എപ്പോഴും ചിരിച്ചു കാണുന്ന, എപ്പോഴും സന്തോഷത്തോടെ കാണുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ സമാധാനത്തോടെ കാണുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. ഇങ്ങനെ പറയാറുണ്ട്, അകം വേവുന്നത് പുറം അറിയാറില്ല. പലപ്പോഴും പലരുടെയും അകം നീറ്റലാണ്, അകം വെന്തുകൊണ്ടിരിക്കുകയാണ്. പുറമെ കാണിക്കുവാൻ കഴിയാതെ, പുറമെ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന അനേക പ്രശ്നങ്ങൾ പലരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രിയരെ, ചിരിക്കുന്ന ചുണ്ടുകൾക്ക് കരയുന്ന ഹൃദയത്തിൻ്റെ വേദന പലപ്പോഴും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് ഫിറ്റാകാത്ത, നമുക്ക് ചേരാത്ത, നമുക്ക് പറ്റാത്ത ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സ്നേഹങ്ങളൊക്കെ പലപ്പോഴും നാം അറിയാതെ നമ്മുടെ വിലയെയും നമ്മുടെ നിലയെയും നമ്മുടെ മാന്യതയെയും നമ്മുടെ വളർച്ചയും ഒക്കെ മുരടിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കാറുണ്ട്. അതിൻ്റെയൊക്കെ നടുവിൽ മുന്നേറാൻ, ജയിക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഓർത്ത് നമ്മുടെ സമശിഷ്ടങ്ങളെ, ശുശ്രൂഷകന്മാരെ, സംഗീതജ്ഞരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ്. എല്ലാ ചിരിയുടെയും എല്ലാ സന്തോഷത്തിൻ്റെയും പിന്നിൽ നീറ്റലെടുക്കുന്ന അനേക യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ചിലർ പങ്കുവെച്ചെന്ന് വരും, ചിലർ പങ്കുവെച്ചില്ലെന്ന് വരും. അതൊക്കെ നാം അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം, കരയണം. ആർക്കും ആപത്തൊന്നും വരരുത്, ആരും തളർന്നു പോകരുത്. നമ്മുടെ കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു തടസ്സമായിട്ടത് മാറരുത്. അതിനു വേണ്ടിയിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ. നാം മുഖാന്തരം മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ മാന്യതയ്ക്കോ വളർച്ചയ്ക്കോ ഉയർച്ചയ്ക്കോ വ്യക്തിത്വത്തിനോ ഇടർച്ചയും തകർച്ചയും ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.